അപ്പോൾ അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരുന്നില്ല. കാരണം ഞാൻ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെന്ന് അറിയാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നതിൽ എനിക്ക് ഭയങ്കര വലിയ സങ്കടമുണ്ട്. പിന്നെ എന്ത് ചെയ്യാനായിട്ടാ, എനിക്ക് ഒന്നാമത് ഇതിൻ്റെ ദേഷ്യം കൂടി ഇരിക്കണായിരിക്കും. ഞാൻ അവനോടും ദേഷ്യപ്പെടും. കാരണം എൻ്റെ മനസ്സാകെ ഭയങ്കരമായിട്ടും തകർന്നു പോയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഒരു ക്ലീനിങ് ആണ്. ഇന്ന് ഞാനിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, അതും ഇല്ല, അതും എൻ്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. പിന്നെ ചേട്ടയും അമ്മ ജോലിക്ക് പോയേക്കണാണ്. ചേട്ടയില്ല, അപ്പനുമില്ല, ആരുമില്ല. അപ്പം ഇന്ന് ഫുള്ള് എനിക്ക് മാത്രമുള്ളൊരു ദിവസമാണ്. പിന്നെ ഇന്നാണെങ്കിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. കാരണം വൈകുന്നേരം വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് വാഷിങ്ങും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറേ മാസങ്ങളായി ഞാനിങ്ങനെ വ്ളോഗ്സ്, അതായത് ഡെയിലി വ്ളോഗ്സോ അല്ലെങ്കിൽ എൻ്റെ ഇതായിട്ടുള്ള എൻ്റെ ഒരു മിനി വ്ളോഗോ ഒരു ഡേ ഇൻ മൈ ലൈഫോ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കുറേ നാളുകളായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനത്തെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് ഷോർട്സിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചത്. അപ്പോൾ ഷോർട്സ് നേരത്തെ ഞാൻ ഇങ്ങനെ മിനി വ്ളോഗ്സ് പോലത്തെയോ അങ്ങനത്തെ സംഭവങ്ങളായിരുന്നു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചേ. പിന്നെ ഇപ്പോൾ കുറച്ച് ആളുകളായിട്ട് ഈ ഡബ് സ്മാഷ് പോലത്തെ ആക്ടിങ് അങ്ങനത്തെ സംഭവങ്ങൾ പോലത്തെ കുറച്ച് ഷോർട്സ് ആയിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അത് കുറച്ച് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്നൊക്കെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ റീസെന്റ് ഒരു 2-3 ദിവസമായിട്ട് ഷോർട്സ് വ്യൂസ് വരുന്നേ ഇല്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഷോർട്സിന് ഒട്ടും തന്നെ വ്യൂസ് വരുന്നില്ല. ഒരു 100 തന്നെ എത്തുന്നത് വളരെ കഷ്ടിച്ചാണ്. അപ്പം അതെന്താണെന്ന് എനിക്കറിയില്ല, എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരുന്നില്ല. കാരണം ഞാൻ സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും തന്നെ വ്യൂസ് വരുന്നില്ല. അത് എന്താണെന്ന് നിങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കുറച്ചും കൂടി യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തന്നെ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അറിയാവുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചു ആ ഷോർട്സ് തൽക്കാലത്തേക്കൊന്ന് അവിടെ നിർത്താം. ഇനിയിപ്പോൾ ഷോർട്സിനോട് വലിയ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട. കാരണം ഒരു 5-6 ഷോർട്സ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടും ആ ഒരു 40-50 ആ ഒരു റേഞ്ചിൽ മാത്രമേ വരുന്നുള്ളൂ. അതിൽ കൂടാനായിട്ട് ഭയങ്കര പാടാണ്. ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നു. ഒരു 40-50 എത്തുമ്പോൾ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പം അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആരെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എൻ്റെ പുതിയ വ്ളോഗിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം നമുക്ക് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയും ഞാനാണെങ്കിൽ നേരത്തെ പോലെയല്ല. നേരത്തെ എനിക്ക് ഷോർട്സ് ഇടാനും ശരിക്കും പറഞ്ഞാൽ ഞാൻ യൂട്യൂബിലോട് ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനേ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കുറേ നാളുകളായിട്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഷോർട്സ്, ഇപ്പോൾ ഡബ് സ്മാഷ് ആണെങ്കിലും ഡെയിലി ഒരു 2-3 ചിലപ്പോൾ 2-3 ഞാൻ ഏറ്റവും കുറഞ്ഞ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ കിട്ടി തുടങ്ങിയ സമയത്താണ് ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്ന് നിന്ന് പോയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സങ്കടമുണ്ട് അതിൽ. നിങ്ങളൊക്കെ സാധാരണ ഫോണൊക്കെ കൊണ്ട് വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വന്ന് തുടങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് അവിടെ വന്നപ്പോഴേക്കും എൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2 ദിവസമായിട്ട് എൻ്റെ കൊച്ചിനോട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്. അവൻ എന്തെങ്കിലും കാര്യം വന്ന് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ ഇറിറ്റേറ്റ് ആയി വരുമ്പോഴേക്കും എനിക്കൊന്നാമത് ഇതിൻ്റെ ദേഷ്യം കൂടി ഇരിക്കണമായിരിക്കും. ഞാൻ അവനോടും ദേഷ്യപ്പെടും. കാരണം എൻ്റെ മനസ്സാകെ ഭയങ്കരമായിട്ടും തകർന്നു പോയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി ഇത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്, എന്തായിരിക്കും അതിൻ്റെ കാരണം? പല കാരണങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ പറയുന്ന കാരണങ്ങളിൽ ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ എനിക്കത് തിരുത്തുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഷോർട്സ് അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ലോങ് വീഡിയോസിലോട്ടൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളുമായിട്ട് ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ ഇടുന്നില്ല. അങ്ങനെ അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ.
അങ്ങനെ വർത്താനം പറഞ്ഞ് കുറേ സമയം പോയി. ഞാനാണെങ്കിൽ ക്ലീനിങ്ങിൻ്റെ വ്ളോഗാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കണത്. പക്ഷേ ക്ലീനിങ്ങിൻ്റെ പരിപാടികളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ആദ്യം തന്നെ അലക്കാനുള്ള തുണിയൊക്കെ എന്നെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു അലക്കാനായിട്ട്. കാരണം ഞാൻ പിറ്റേ ദിവസം, അതായത് നാളെ എൻ്റെ വീട്ടിലോട്ട് പോകും. അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഉള്ള തുണികളെല്ലാം തന്നെ അലക്കി മാറ്റി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ചേട്ടൻ അതൊക്കെ എല്ലാം തപ്പി നടക്കേണ്ടിയൊക്കെ വരും. പിന്നെ എൻ്റെ തുണിയോ ചേട്ടൻ്റെ തുണി എവിടെ കിടക്കുന്നതെന്നൊക്കെ അന്വേഷിച്ച് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ വന്ന് അലക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എല്ലാം അലക്കി തീർത്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളാണെങ്കിൽ പുറം സൈഡല്ല, സൈഡ് ഭാഗത്തായിട്ട് ഇങ്ങനെ ടർപ്പോള കെട്ടിയിട്ടുണ്ട്. ആ ടർപ്പോള കെട്ടിയേക്കണ കൊണ്ട് തന്നെ അവിടെ നീല കളറായിരുന്നു ഫുള്ള്. ഞാൻ ഓർക്കും ദൈവം ഏതാണ്ട് ഇരുട്ടത്തിരുന്ന് അലക്കുന്ന പോലെയാണ് തോന്നുന്നത്. ആ ഫുള്ള് ഒരു നീല കളറായിട്ട് വന്ന് കിടന്നുവെച്ചുകൊണ്ട് അത് ആ ടർപ്പോള പൊക്കത്ത് കെട്ടിച്ചുകൊണ്ട് കറക്റ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ ടർപ്പോളയുടെ ബ്ലൂ കളറിലുള്ള ഇതാണ് വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. അങ്ങനെ തുണി അലക്കാനിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പാത്രം കഴുകാൻ വേണ്ടി പോയി. പാത്രം രാവിലെ എനിക്ക് കുറച്ച് പണികൾ വേറെ കറിയൊക്കെ വെക്കാനൊക്കെ ഞാൻ രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ കുറച്ച് നേരം ഒരു 10:30-11 മണിവരെയൊക്കെ കറണ്ട് ഉണ്ടായില്ല. അപ്പോൾ കറണ്ട് ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ആ സമയത്ത് അലക്കാൻ കൊണ്ടുപോയിട്ടില്ല. അപ്പോൾ ആ സമയത്തിന് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ റെഡിയാക്കി വെച്ച് ബാക്കിയുള്ളായിരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എല്ലാം കഴുകി കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഫുള്ളങ്ങാണ്ട് ക്ലീൻ ചെയ്തിടാം. കാരണം രാത്രി ഒരു ചെറിയ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പരിപാടി എന്നല്ല, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബ്രദറിനെയൊക്കെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടായില്ല. കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവർ വിരുന്നിന് ക്ഷണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീട് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ മൊത്തം അങ്ങനെ ഒരുപാട് ക്ലീനിങ് ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. എന്നാലും ഉള്ളതൊക്കെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടണം. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ എന്നെ അടുക്കളയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്രമൊക്കെ ഒരുവിധമൊക്കെ കഴുകി തീർത്തു. അപ്പോൾ പാത്രമാണെങ്കിലും കുറേ കുന്നാമ്പടി പാത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് രാവിലത്തെ ഫുഡ് കഴിച്ചതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളും പിന്നെ ആ കറിയൊക്കെ വെച്ചതിൻ്റെ കുറച്ച് പാത്രങ്ങളും അതൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് ഞാൻ അവിടെ ടി വി വെച്ച് കൊടുത്ത് കറണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അവന് ടി വി വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അവൻ എൻ്റെ പുറകെ നിന്ന് മാറില്ല, എന്നെക്കൊണ്ട് ഒരു പണി ചെയ്യിക്കത്തുമില്ല. ഞാൻ ഫുൾ ടൈം അവൻ്റെ കൂടെ തന്നെ ഇരിക്കണം. ഇതാകുമ്പോൾ അവന് ടി വി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ പണികളൊക്കെ ചെയ്യാം. എന്നാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ മീൻ വെട്ടാൻ നേരത്താണെങ്കിലും കറണ്ട് ഇല്ലാഞ്ഞുകൊണ്ട് അവൻ എൻ്റെ പുറകെ തന്നെ ഇങ്ങനെ തൂങ്ങി പിടിച്ചൊക്കെ നടക്കണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കറണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. കാരണം എന്നാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പാത്രം കഴിയുമ്പോഴേക്കും കഴുകി വെച്ച പാത്രങ്ങളെല്ലാം കൂടി ആ കാണുന്ന കൊട്ടയിലോട്ട് നിരത്തി എടുത്ത് വെക്കും. അതാകുമ്പോൾ കൊട്ടയിലോട്ട് ഇരുന്ന് കഴിയുമ്പോഴേക്കും ആ പാത്രത്തിലെ വെള്ളം എല്ലാം പോയി അവിടെ ഇരുന്നോളൂ. പിന്നെ നമ്മൾ നേരെ എടുത്ത് കബോർഡിൻ്റെ ഉള്ളിലോട്ട് വെറുതെ വെച്ചാൽ മാത്രം മതി. അല്ലെന്നാണെങ്കിൽ പിന്നെ കബോർഡിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ വീണ് ആകെ ഫുൾ അലങ്കോലോ. ഇതാകുമ്പോൾ വെള്ളമെല്ലാം പോയി അവിടെ പാത്രങ്ങളെല്ലാം ഉണങ്ങിയിരുന്നോളും. അത് കഴിഞ്ഞിട്ട് എല്ലാം ഉണങ്ങി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കും. അങ്ങനെയാണ് സ്ഥിരം ഇവിടെ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ തട്ടിലോട്ട് അങ്ങോട്ട് എടുത്ത് വെക്കേണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അപ്പൻ ചാള വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കത്തേക്ക് ആ ചാള തന്നെയാണ് ഞാൻ കറി വെച്ചത്. തിളപ്പിക്കാമെന്നാണ് ആദ്യം ചേട്ടനോട് പറഞ്ഞു വെച്ചത്. പക്ഷേ ഞാൻ തിളപ്പിക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വെച്ചു. അപ്പോൾ അതുകൊണ്ട് ചേട്ടക്ക് ശരിക്കും പറഞ്ഞാൽ തിളപ്പിക്കാനാണ് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് പരിപാടികളൊക്കെ തുടങ്ങി. അപ്പോൾ അടുക്കളയിൽ സ്ലാബിൻ്റെ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഒരുപാട് അങ്ങോട്ട് വൃത്തികേടായിട്ടൊന്നും ഇരുന്നേച്ചില്ല. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങിക്കാന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിത്തേക്ക് ഫുഡായിട്ട് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ആകെ കുറച്ച് ചിക്കൻ ഫ്രൈ മാത്രം ഉണ്ടാക്കണമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചേട്ടയൊക്കെ വൈകുന്നേരം പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണമായിരുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഉച്ചക്കാണെങ്കിലും കറി ആകെ ചാളക്കറി മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ കറികളും പച്ചക്കറികളൊന്നും വെച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ അടുക്കളയിട്ട് നോക്കുമ്പോൾ ഒരുപാട് ചട്ടികളും കലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു ചാളയുടെ ഒരു ചട്ടിയും പിന്നെ വേറെ വെള്ളത്തിൻ്റെ കലവും അങ്ങനെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് ഇറച്ചിക്കറി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത് ചൂടാക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ സാധനം ഒട്ടിപ്പിടിച്ചിരിക്കണം കണ്ടിട്ട് എനിക്കാണെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാവണില്ല. പിന്നെ ഒരു കത്തി എടുത്തിട്ട് അങ്ങോട്ട് ചുരണ്ട് നോക്കിയപ്പോൾ അത് ചെറിയൊരു മെഴുകു പോലത്തെ സംഭവമായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയെല്ലാം വേണ്ടി നേരത്തെ മെഴുകുതിരി കത്തിക്കാൻ വേണ്ടിയിട്ട് മെഴുകിൻ്റെ സ്റ്റാൻഡ് എടുത്തു. അപ്പോൾ അതിനകത്താണെങ്കിൽ മെഴുകി ഇങ്ങനെ ഉരുകി ഇരുന്നിട്ട് തിരിയാണെങ്കിൽ ഒട്ട് കത്തിച്ച് വെക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം മെഴുകൊക്കെ എല്ലാം കുത്തിക്കളഞ്ഞ് വെച്ചിട്ടായിരുന്നു പിന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ചത്. അതിൻ്റെ മെഴുക് ഇവിടെ വീണിട്ടുണ്ടായിരുന്നു. ആ മെഴുകാണ് അവിടെ ഇങ്ങനെ പശ പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നേച്ച്. അപ്പോൾ അടുക്കളയിലെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ അടുക്കള ക്ലീനാക്കി കഴിഞ്ഞു. ഒരുപാട് പാടുപെട്ടുള്ള ക്ലീനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം പരിപാടിയും കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ വാഷിംഗ് മെഷീനിൽ ഇട്ടേക്കണ തുണി നോക്കാനുള്ള കാര്യം മറന്നിട്ടുണ്ടായില്ല. ഇടയ്ക്ക് അതിനും വേണ്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഉച്ചക്കത്തെ കറിയുടെ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഉച്ചക്കത്തേക്കുള്ള വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ സമാധാനിച്ചിരിക്കണായിരുന്നു. പക്ഷെ ചോറ് തിളപ്പിക്കാൻ ഞാൻ മറന്നുപോയി. ഉച്ചക്ക് ചോറുണ്ടെങ്കിലല്ലേ കറി കൂടി തിന്നാൻ പറ്റുള്ളൂ.
അപ്പോൾ ചോറൊക്കെ രാവിലെ തന്നെ അമ്മ ജോലിക്ക് പോകണതിന് മുമ്പ് കഞ്ഞിക്ക് ഇട്ട് വെച്ചിട്ടാണ് പോകുന്നത്. അതൊന്ന് തിളപ്പിച്ചിറക്കണം. പിന്നെ കുറച്ച് ചോറ് ഇവിടെ തിളപ്പിക്കാനായിട്ട് ഇരിപ്പുണ്ട്. അതായത് കുറച്ച് ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇന്നലത്തെ ചോറ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അതൊന്ന് തിളപ്പിച്ച് അതും ഒന്ന് അടച്ചിടണം. എനിക്ക് മിക്കവാറും പറ്റുന്ന ഒരു തെറ്റാണിത്. എപ്പോഴും കറിയുടെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇനി വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ആശ്വസിച്ചിരിക്കും. പക്ഷേ ചോറ് തിളപ്പിക്കണ കാര്യം ഞാൻ മറന്നുപോകും. അപ്പോൾ കഞ്ഞി വെച്ച് ചോറ് അമ്മ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുമ്പ് കഞ്ഞിക്ക് ഇട്ട് വെച്ചേക്കും. അത് ഉച്ചയാകുമ്പോഴേക്കും തിളപ്പിച്ച് അടച്ചിടണം. അപ്പോൾ അതിനുള്ള ചോറും നേരെ അടപ്പത്തോട്ട് വെച്ചു. പിന്നെ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടായിരുന്നത് അതും കൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതും വെച്ചു. അപ്പോൾ അത് 2-3 പ്രാവശ്യമൊക്കെ ചോറ് കഴുകി എടുത്തിട്ട് ശേഷമാണ് പിന്നെ വെള്ളത്തിലോട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുന്നത്. എന്താന്ന് വെച്ചാൽ കറി ഉണ്ടാക്കി വെക്കും, കറി റെഡിയായി കഴിഞ്ഞ് ചിലപ്പോൾ ചോറിൻ്റെ കാര്യം വിട്ടുപോകും, മിക്കപ്പോഴും വിട്ടുപോകും. എന്നിട്ട് ലാസ്റ്റ് അവർ ചോറ് കഴിക്കാനായിട്ട് അവർ വന്നു കഴിയുമ്പോഴാണ് അയ്യോ ചോറ് തിളപ്പിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ടെൻഷൻ അടിച്ച് പോയി പിന്നെ വേഗം പോയി ചോറ് തിളപ്പിച്ച് അടച്ച് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പിന്നെ അവരോട് പറഞ്ഞിരുത്തിയിട്ടൊക്കെ പിന്നെ വന്ന് തിളപ്പിച്ചൊക്കെ കിടക്കണം. മിക്കപ്പോഴും പറ്റുന്നൊരു പരിപാടിയാണ്. കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വിചാരിക്കും അപ്പോൾ കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞല്ലോ, കറിയൊക്കെ റെഡിയാക്കി എല്ലാം സെറ്റ് ആക്കിയല്ലോ, ഇനി വരുമ്പോൾ ഫുഡ് കഴിച്ചാൽ മതിയല്ലോ. പക്ഷെ ചോറ് റെഡി ആയിട്ടുണ്ടാവില്ല. അത് എനിക്ക് മാത്രമാണ് അങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. മിക്ക ആൾക്കാരും അങ്ങനെ മറന്നു പോകാറുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഇറച്ചിക്കറി ഉണ്ടായിരുന്നത് നേരെ പുറത്തോട്ട് എടുത്തു. ഇറച്ചിക്കറി ഫ്രിഡ്ജിലിരിക്കുമായിരുന്നു. അത് തലേ ദിവസം വെച്ചതായിരുന്നു. അപ്പോൾ തലേ ദിവസം ചേട്ട വെച്ച ഇറച്ചിക്കറി ആയിരുന്നു ഇത്. ചേട്ടയ്ക്ക് മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ട് വെക്കുന്ന ഇറച്ചിക്കറിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ താൻ തന്നെ വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനാണ് കഴിഞ്ഞ ദിവസം ഇറച്ചിക്കറി വെച്ചത്. അപ്പോൾ അത് ഫ്രിഡ്ജിലിരുന്ന് വെച്ചത് കൊണ്ടാണ് പിന്നെ വേറെ ചാളക്കറിയുടെ കൂടെ വേറെ ഒന്നും വെക്കാഞ്ഞത്. അപ്പോൾ അതും അങ്ങോട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അടുക്കളയിലെ ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നേരെ ബെഡ്റൂം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ബെഡ്റൂമിലാണെങ്കിൽ രാവിലെ ആദ്യമേനെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും അവന് ഇട്ടേച്ച ഉടുപ്പുകളും പിന്നെ അവൻ എടുത്തു വെച്ച കളിപ്പാട്ടങ്ങളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ എന്നെ ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അത് 2 മടക്കി വെച്ചു. ബെഡ്ഷീറ്റ് ഞാൻ മടക്കി വെച്ചാലും അവൻ വന്നിട്ട് നേരെ വന്നിട്ട് അവനിങ്ങനെ കട്ടിൽ മെനയിൽ കിടക്കണ കാണുന്നത് എന്തോ ഭയങ്കര അനിഷ്ടമുള്ള കാര്യങ്ങളുണ്ട്. എന്തോ അവനെല്ലാം വന്നിട്ട് നേരെ അലങ്കോലമാക്കിയിടും. അവൻ കട്ടിലിൽ തുണി കിടക്കണുണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് എന്തെങ്കിലും ഒരു സാധനം മടക്കി വെച്ചേക്കണുണ്ട് കഴിഞ്ഞാൽ അതെല്ലാം വന്നിട്ട് പിന്നെ നേരെ നിവർത്തി വിരിച്ചൊക്കെ ഇട്ടില്ലെങ്കിൽ എന്നുവെച്ചാൽ അതൊക്കെ ഒന്ന് അലങ്കോലമാക്കി ഇട്ടില്ലെങ്കിൽ അവന് സമാധാനം കിട്ടില്ല. പിള്ളേരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പിള്ളേരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഈ ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവനെ അപ്പിച്ച് വന്ന് കൊണ്ടുപോയി കഴിഞ്ഞ് അവനെ ഇട്ടേച്ച ഉടുപ്പുകളും പിന്നെ ആ ഷീറ്റും എല്ലാം എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ബെഡ്റൂമിലെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇവൻ്റെ കളിപ്പാട്ടങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പെറുക്കലാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പാടുള്ള പരിപാടി. കളിപ്പാട്ടം ഒന്നെങ്കിൽ കട്ടിൻ്റെ അടിയിൽ അല്ലെങ്കിൽ അവിടെ പെട്ടിയുടെ ഇടയിൽ ഏതെങ്കിലും ഒരു ഇടയിലായിരിക്കുള്ളൂ മെയിനായിട്ട് കളിപ്പാട്ടങ്ങൾ കൊണ്ടു വെക്കുന്നത്. അങ്ങനെ റൂമെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വായുസഞ്ചാരം കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ജനാലയും തുറന്നിട്ടു. ജനാല ഞാൻ സാധാരണ അങ്ങനെ എപ്പോഴും തുറന്നിടാറില്ല. ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു കിടക്കട്ടെ കുറച്ച് വായും വെട്ടമൊക്കെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ച് ജനാലും കൂടെ തുറന്നിട്ടു. അങ്ങനെ ബെഡ്റൂമിൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ബെഡ്റൂമിൽ ക്ലീനിങ് കഴിഞ്ഞപ്പോഴത്തേനും അലക്കാൻ വേണ്ടി ഇട്ടേച്ച് തുണിയൊക്കെ അത്യാവശ്യം അലക്കലും ഊരലൊക്കെ അതിൽ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുന്നുണ്ടായിരുന്നു. സെമി ഓട്ടോമാറ്റിക് ആകുമ്പോൾ നമ്മൾ തന്നെ പോയി വെള്ളം മാറ്റി തിരിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എല്ലാം കഴിഞ്ഞ് തുണിയെല്ലാം ഞാൻ പകുതി ഉണക്കി ഡ്രയറിലിട്ടൊന്ന് ഉണക്കിയിട്ട് കാറ്റൊക്കെ കൊള്ളിച്ച് ഒന്ന് വെയിലൊക്കെ കൊള്ളിക്കാൻ വേണ്ടി നേരെ പുറത്തോട്ട് എടുത്തിട്ട് കൊണ്ടു. ഞാനിത് അലക്കിക്കൊണ്ടിരിക്കുന്ന നേരം വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ തുണി വിരിക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കാറ്റും അതേപോലെ മഴക്കാരും ചെറുതായിട്ടൊക്കെ വെക്കാൻ തുടങ്ങി. അപ്പോൾ തുണിയെല്ലാം ഞാൻ ഓരോന്നായിട്ട് പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇട്ടുകൊണ്ടിരുന്നപ്പോഴേക്കും എന്താ അവിടെ ഒരു വണ്ടി വന്നു. നോക്കിയപ്പോൾ സുജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ്. ഇനി അറിയാൻ പാടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോ ആരൊക്കെയാണ് കാണുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ സുജി ഒരു 30-ന് വേണ്ടി പോയച്ചായിരുന്നു. അതായത് ഇവരുടെ ഒരു റിലേറ്റീവിൻ്റെ മരിപ്പ് കഴിഞ്ഞിട്ട് അതിന് 30 അപ്പോൾ സുജി അതിന് വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു. അപ്പോൾ അതാ മഴക്കാർ നോക്കിക്കണ്ടേ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടല്ല അലക്കി. സാധാരണ ഞാൻ ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് പുറത്ത് വിരിക്കുന്നത് തന്നെ. കാരണം മിക്കപ്പോഴും ഈ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ സ്റ്റേ റൂമിൽ തന്നെയാണ് ഞാൻ തുണിയൊക്കെ വിരിച്ചിടാറ്. ഇന്ന് ഞാൻ വിചാരിച്ചു തുണിയെല്ലാം പുറത്ത് കിടന്നതുകൊണ്ട് വെയിൽ കൊണ്ട് ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാ തുണിയും പുറത്തോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞപ്പോഴേക്കും അത്രയും നേരം വരെ നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും മഴക്കാർ വെച്ചെങ്കിൽ ഞാൻ വിചാരിച്ചു തുണി അവിടെ തന്നെ കിടക്കട്ടെ, കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ ഇട്ടു.
സുജി വന്ന് അകത്തോട്ട് കയറിയില്ല. അപ്പോഴേക്ക് തന്നെ ആൾ പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു സുജി ഇത് എവിടെ പോയതാന്ന്. പിന്നെയല്ലേ മനസ്സിലായത് അമ്മേനെ വിളിക്കാൻ വേണ്ടി പോയതാണ്. സാധാരണ അമ്മ ഈ സമയത്ത് എത്താറില്ല, അമ്മ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അമ്മ ഇന്ന് നേരത്തെ എത്തി. ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴേക്കും തന്നെ അമ്മ എത്തി. അപ്പോൾ അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അമ്മക്കാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ജോലിക്കൊക്കെ പോയിട്ട് അവിടെ എന്തൊക്കെയായിരുന്നു കാര്യങ്ങൾ, അവിടെ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. ഇതിന് മുന്നേ ഞാൻ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുമ്പോഴേക്കും അമ്മ പറയായിരുന്നു, വീട്ടിൽ സെബിൽ നിൽക്കാൻ പോയതുകൊണ്ട് ഇവിടെ ആരോടും മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല, വർത്താനം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. സെബില വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും വർത്താനം പറയാൻ ആളായി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ ഞാൻ ചോറെടുത്തത്. അതായത് ഞാൻ ഒരു 2 മണിയൊക്കെ ആവുന്നപ്പോഴേക്കും എനിക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി. വിശന്ന് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ ബാക്കി പരിപാടികളും പണികളൊക്കെ എല്ലാം ചോറ് നിന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അമ്മ പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അമ്മക്ക് ചോറൊന്നും വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ഫുഡ് കഴിക്കാൻ പോകണേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ഫുഡൊക്കെ എടുത്തു. ചോറെടുത്ത് കഴിച്ചിട്ട് പിന്നെ ഇറച്ചിക്കറി എടുത്തു. ഇറച്ചിക്കറി എനിക്ക് സത്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടായില്ല. അതുകൊണ്ട് രണ്ട് കഷ്ണം ഇറച്ചിക്കറിയെ ഞാൻ പിന്നെ എടുത്തുള്ളൂ. എനിക്ക് ഇന്നത്തെ നോട്ടം ഫുള്ള് ആ ചാള കറിവെച്ചതിലോട്ടായിരുന്നു. ചാളയാണെന്നാണെങ്കിൽ നല്ല വലിയ ചാളയായിരുന്നു, അതും നല്ല മുട്ടയൊക്കെയുള്ള ചാളയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയിലെ ചാളയാകുമ്പോഴേക്കും കഴിക്കാനും കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഒരുപാട് നെയ്യൊന്നുമില്ലാത്ത ചാളയായിരുന്നു. പിന്നെ മുട്ടയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ചാളയുടെ മീനിൻ്റെ മുട്ടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാളക്കറിയും കൂട്ടി കുഴച്ച് നല്ലൊരു പിടി പിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു ഞാനിരുന്ന് വെച്ചത്. അമ്മ വന്നു കഴിഞ്ഞപ്പോഴേക്കും തന്നെ അമ്മയുടെ ക്ലീനിങ് പരിപാടികളൊക്കെ അമ്മയെ സ്റ്റാർട്ട് ചെയ്തു. അമ്മ ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഓരോ തൂക്കലും തുടക്കലൊക്കെ അമ്മയുടെ വകയായിട്ട് അമ്മയും ചെയ്തു തുടങ്ങി. ഞാൻ ചോറും എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് അമ്മ പിന്നെ തുടക്കൽ നിർത്തിയിട്ട് നേരെ അപ്പുറത്ത് ബെഡ്റൂമിലോട്ട് പോയി. അമ്മ പറഞ്ഞു എന്നാൽ ഞാനിനി പോയി ബെഡ്റൂമിൽ പോയി ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ അമ്മ ഹോളിൽ ക്ലീൻ ചെയ്യുമ്പോഴേക്കും ഞാൻ ഹോളിലിരുന്ന് ഫുഡും കൂടെ കഴിക്കുമ്പോഴത്തേനും ആ പൊടിയൊക്കെ പറക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു എന്നാൽ ഞാൻ പോയി ബെഡ്റൂമിൽ പോയി ക്ലീൻ ചെയ്യാൻ തോന്നി. അപ്പോൾ അങ്ങനെ ചാറൊക്കെ ഒഴിച്ച് ചോറ് ആദ്യമേ കഴിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത് നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ പുളിയും കൂടെ പിടിച്ചേക്കണോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചാറും കൂട്ടി കുഴച്ചൊക്കെ തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാളയും അതിൻ്റെ കൂടെ ഇട്ട് ഇറച്ചിയും അതിൻ്റെ കൂടെയൊക്കെ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒരു പിടിയും കൂടെ പിടിച്ചു. എനിക്ക് പേഴ്സണലി ചാളക്കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫുഡ് കഴിക്കലും വേഗം തീർന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട കറി ഉള്ളപ്പോഴാണെങ്കിൽ നമ്മൾ വേഗം ഫുഡൊക്കെ കഴിച്ചു തരും. ഇഷ്ടമല്ലാത്ത കറിയാണെന്നാണെങ്കിൽ ആ ചോറുമായിട്ട് ഇങ്ങനെ പയ്യെ ഇരുന്ന് അങ്ങനെ കഴിക്കും. അപ്പോൾ അത് ചേട്ടൻ അപ്പനും കൂടെ അവരുടെ വർക്കിൻ്റെ സൈഡിലൊക്കെ പോകാണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവരും എത്തി. കറക്റ്റായിട്ട് എൻ്റെ ഫുഡ് കഴിക്കലെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അവരും എത്തി. അപ്പം പിന്നെ അവർക്ക് ഫുഡ് എടുത്ത് കൊടുത്താൽ മാത്രം മതിയല്ലോ. എന്ത് സാധനമാണെന്ന് ചോദിച്ചു, പക്ഷേ അയാൾ എന്താണ്ടും പറയുകയും ചെയ്തു. എനിക്കാണെങ്കിൽ മനസ്സിലായില്ല. സത്യം പറഞ്ഞാൽ അത് എന്തോ ഒരു കട്ടറായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പനും മോനും കൂടെ പറയുന്നുണ്ടായിരുന്നു എന്തോ കട്ടറിൻ്റെ സാധനമൊക്കെ കേടായിരിക്കണേണ്, പുതിയ ഒരെണ്ണം വാങ്ങിക്കണമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ വന്ന വഴിക്ക് കട്ടർ വാങ്ങിക്കാനായിട്ടുള്ള സ്ഥലത്ത് കയറി അതും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതിനിടയിൽ അമ്മ എല്ലായിടത്തും അടിച്ചൊക്കെ ഇട്ടു. അടിച്ച് കഴിഞ്ഞ് പുറകെ എന്നെ സുജി എല്ലായിടത്തും തുടച്ചും കൂടി ഇട്ടു. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മച്ചി അപ്പിച്ച് വന്നിട്ടുണ്ടായി. അപ്പോൾ അതുകൂട്ടനായിട്ടാണ് വന്നേച്ച്. അവനാണെങ്കിൽ ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ എന്ന് അവനെ കൊണ്ടേക്ക് എടുത്ത് ഉറക്കി. അവൻ ഉറക്കി കഴിഞ്ഞാലല്ലേ എൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി സുഖമായിട്ട് നടക്കത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നാക്കൊളുക്കും, എന്ത് ചെയ്യാനായിട്ടാ. അപ്പോൾ അങ്ങനെ അവൻ്റെ ഉറക്കം കഴിഞ്ഞ് ഞാൻ നേരെ തുണി മടക്കാനായിട്ടുണ്ടായിരുന്നു. തുണിയെല്ലാം കൂടെ പെറുക്കി താഴത്തോട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ അമ്മച്ചി അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മച്ചി കൂടി മടക്കാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ന് അലക്കിയ തുണിയൊന്നും അല്ല കേട്ടോ. ഇന്ന് അലക്കിയ തുണി ഞാൻ പറഞ്ഞില്ലേ വെയിൽ വരും പോകും, ഇങ്ങനെ മഴക്കാരൊക്കെ ആയിട്ട് മങ്ങി കിടന്നേച്ചുകൊണ്ട് തന്നെ ഇന്ന് അലക്കിയ തുണികളൊന്നും മര്യാദക്ക് ഉണങ്ങിയിട്ടുണ്ടായില്ല. അതൊക്കെ ഞാൻ സ്റ്റേ റൂമിലെടുത്ത് വിരിച്ചിട്ടു. അല്ലെങ്കിൽ പിന്നെ മഴ എങ്ങനെ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എണീറ്റ് ഓടേണ്ടി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ അലക്കി വെച്ച് കുറച്ച് തുണി അവിടെ കിടന്നേച്ചു. അപ്പോൾ അതെല്ലാം കൂടി മടക്കി വെക്കാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പയ്യെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തുണി മടക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ തുണി മടക്കൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ക്ലീനിങ് പരിപാടി എല്ലാം കഴിയും, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി വേറെ കാര്യങ്ങളൊന്നും ധൃതിയൊന്നും പിടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് പയ്യാണ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ നല്ലോണം റിലാക്സ് ചെയ്ത് പയ്യെ ഓരോ തുണികളൊക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ മടക്കിക്കൊണ്ടിരുന്നു വെച്ചു. പെണ്ണുങ്ങൾ വർത്താനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും തീരില്ലല്ലോ. ഓരോ വർത്താനവും കുശുമ്പും കുന്നായ്മയും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു സമയം പോയത് അറിഞ്ഞേ ഇല്ലായിരുന്നു. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞ് ഒരു കുളിയും പാസ്സായി കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. നമുക്കിനി നാളെ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ, സീ യു.